feels right. Winning this together. We're a community team. Let's make it better. What's the latest trend? Gotta post a selfie with a clever caption. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ റൂമിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ, മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പാണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ അടുപ്പൊക്കെ വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. അതായത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, കിച്ചണൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ ഒരു ഹോം ടൂറായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല വീഡിയോയിൽ. നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും മാത്രമേ കാണിക്കുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ ഞാനിപ്പോൾ വിചാരിക്കുന്നില്ല, കാരണം നമ്മൾ ഹോം ടൂറായിട്ട് ചെയ്യാം, അതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്നും ശരിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോം ടൂർ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, മൊത്തം ശരിയാക്കാനായിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് മൊത്തത്തിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാനുണ്ട്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ കിച്ചണിൽ തന്നെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും അലക്കാനായിട്ടൊക്കെ, മാഷാ അല്ലാ. അപ്പോൾ നമുക്കൊക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കിച്ചൺ ഹോം ടൂറായിട്ട് ചെയ്യാം കേട്ടോ. കിച്ചണെല്ലാം ഹോം ടൂർ ചെയ്യാം. ഓക്കെ, മൊത്തം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നന്നാക്കാം. അത്രയ്ക്കൊന്നുമില്ല, എല്ലാവരും കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളൊരു ആളെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, എമ്മി ബേബിയുടെ ഊഞ്ഞാലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് വരുന്നത്. ടി വി യൂണിറ്റൊക്കെ ഉണ്ട് കേട്ടോ, ടി വി ഒക്കെ കാണാം നമുക്ക്. അപ്പോൾ ഓക്കെ, ഞാൻ ഹോം ടൂറായിട്ട് ചെയ്യാമെന്ന് പറയേണ്ടത് മൊത്തം കാണിക്കുകയാണെങ്കിൽ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഹോം ടൂർ തന്നെ ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. 2 days ആയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് മാത്രമാണ് കഴിക്കുന്നത്, വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല. കാര്യം ഇവിടെ നന്നാക്കാനും കാര്യങ്ങളും, പിന്നെ അടുപ്പ് ഗ്യാസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ, അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് മൊത്തം പുറത്തുനിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് കരുതി ഇന്ന് മൊത്തത്തിൽ ഉണ്ടാക്കുന്നില്ല. ഇന്ന് ഞാനൊരു മുട്ടക്കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നും കൂടി ഇങ്ങനെ കഴിയട്ടെ. ഇനി നാളെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ മുട്ടക്കറിക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒണിയന് കട്ട് ചെയ്യാണ് കേട്ടോ. ഒണിയന് കട്ട് ചെയ്ത് ഇനി മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. അത് മാത്രമേ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് അടുപ്പ് യൂസ് ചെയ്യാണല്ലോ, അപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബൂസ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കാര്യം നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ റൂമിൽ നിൽക്കില്ല, അപ്പോൾ ഒരു മധുരം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാല് ആരും കുടിക്കില്ല, അപ്പോൾ പിന്നെ ബൂസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സന്തോഷത്തിന് നമുക്കത് ചെയ്യാം ഇൻഷാ അല്ലാ. ആദ്യം മുട്ടക്കറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയി, അതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ കുക്കിങ്ങിൻ്റെ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ കിച്ചൺ മൊത്തത്തിൽ മെസ്റ്റപ്പ് ആയിരുന്നു. ഇന്ന് ഞാനതൊക്കെ നന്നാക്കിയ ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ കുറച്ച് പാർട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് പുറത്ത് പോകാം കേട്ടോ. ഇന്നത്തെ ഇഫ്താറും ഡ്രസ്സ് എടുക്കലും ഒക്കെ പുറത്താണ്. പിന്നെ ഇന്ന് അങ്ങനെ പോവാം. പിന്നെ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാക്കുൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് പുറത്ത് ഇഫ്താർ ആക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പുറത്ത് ഇഫ്താറും പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത്, ഈദിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഓക്കെ.
നിങ്ങൾ വിചാരിക്കും ഇന്ന് ഇഫ്താറും ഡ്രസ്സ് എടുക്കലൊക്കെ ആയിട്ട് പുറത്താണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയെന്ന്. ഫുഡ് ഞാൻ എമ്മി ബേബിക്കാണ് കേട്ടോ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മുട്ടക്കറിയും ബ്രെഡും കൂടിയാണ് അവന് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ബൂസ്റ്റ് പിന്നെ പുതിയ റൂമിലോട്ട് കയറിയതല്ല, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി ഞങ്ങൾ വന്നിട്ട് കഴിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതിയ റൂമിൽ ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല എന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇൻഷാ അല്ലാ അത് വന്ന ശേഷം കഴിക്കുന്നതായിരിക്കും ചൂടാക്കിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ജിദ്ദ ടു ഷറഫിയ റൂട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബലദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ബലദിൽ നിന്നാണ് നമ്മൾ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്ന ആ ഒരു വ്യൂ ഒക്കെ കാണിക്കുകയാണ്. പൊതുവേ ആൾക്കാർക്ക് ഈ പോകുന്നതിൻ്റെ വ്യൂ കാണാൻ ഇഷ്ടമായിരിക്കുമല്ലോ. എൻ്റെ കാര്യം അങ്ങനെ കേട്ടോ, എനിക്ക് ഏത് വ്ലോഗ് കണ്ടാലും അതിൽ വ്യൂ ഞാൻ നന്നായിട്ട് വാച്ച് ചെയ്യും, എനിക്കിഷ്ടമാണ്. അപ്പം നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പാണ് കേട്ടോ, നല്ല റേറ്റ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ. നല്ല അടിപൊളി ഷോപ്പാണ്, എല്ലാ ഐറ്റംസും ഉണ്ട്, ലേഡീസും കിഡ്സും ഒക്കെ ആയിട്ട്. ബോയ്സിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനെടുത്തു, എൻ്റെ കാക്കു പിന്നെ ഐ മീൻ ബ്രദർ എമ്മി ബേബിക്ക് 2-3 ഐറ്റംസ് എടുത്തിട്ടുണ്ട്, എനിക്കെടുത്തു. അങ്ങനെ നമ്മൾ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോരുകയാണ്. ഇനി നമ്മൾ ഇഫ്താർ കൂടാൻ വേണ്ടിയിട്ട് ഉള്ള പോക്കാണ് കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് പോവാം. കണ്ടില്ലേ ഇങ്ങനെ ഈ ബലദ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, പ്രത്യേകിച്ച് നൈറ്റ്. ബലദിലെ നൈറ്റ് വ്യൂ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇഫ്താർ കഴിഞ്ഞ്, അതായത് ഫുഡൊക്കെ കഴിച്ച ശേഷം വരുന്ന വഴി എടുത്തൊരു വീഡിയോ ആണ്. ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ റമളാൻ അങ്ങോട്ട് ആഘോഷിക്കും, അങ്ങനെ ഒരു ഏരിയയാണ്. അതായത് റമളാനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഏരിയ അങ്ങനെ പറയാം. ചിലപ്പോൾ ഈദും അതുപോലെ ആയിരിക്കും ഇൻഷാ അല്ലാ, നമുക്ക് വരാം. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ഏരിയ, നല്ല ഭംഗിയാണ് കാണാനായിട്ടും. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ് കേട്ടോ ഇൻഷാ അല്ലാ. നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അവിടെ കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇവിടെ ഈ സമയമായാലും ഒത്തിരി അറബികളും ആളുകളും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അതായത് നമ്മൾ നോമ്പുതുറ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയതെങ്കിലും ഇപ്പോഴാണ് നമ്മളത് പങ്കുവെച്ചത്. അപ്പോൾ ഓക്കെ, നമ്മൾ നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ.